ഓക്കെ. ഹലോ എവ്രി വൺ, വെൽക്കം ടു ടൂസ് അക്കാഡമി. ടൂസ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേട്ടിട്ട് എക്സാമിന് ഇനി അധികം ദിവസങ്ങൾ ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ കുറെ കാര്യങ്ങൾ അതിന് മുന്നോടിയായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരുപാട് മാറ്റങ്ങളോട് കൂടിയിട്ടാണ് കേട്ടറ്റ് എക്സാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ അകത്തെ മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇന്ന് ടോസ് അക്കാഡമി എത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് സമയം കളയാതെ തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതും പുതിയ പാറ്റേൺസ് അനുസരിച്ചിട്ടുള്ളതുമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ടോസ് അക്കാഡമി വന്നിരിക്കുന്നത്. കാറ്റഗറി 1 and 2 പറ്റിയിട്ടുള്ള ഹലോ എവറി വൺ, വെൽക്കം ടു ടൂസ് അക്കാഡമി. ടൂസ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേട്ടറ്റ് എക്സാമിന് അധികം ദിവസങ്ങളില്ല അല്ലേ? അപ്പൊ നമുക്ക് കേട്ടറ്റ് എക്സാമിന് മുന്നോടിയായിട്ട് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കേണ്ടിയിരിക്കുന്നു. ടെൻഷനും ആയിരിക്കും എല്ലാവർക്കും. ഒരുപാട് മാറ്റങ്ങളോട് കൂടിയിട്ടാണ് കുറച്ച് വർഷങ്ങളായിട്ട് കേട്ടറ്റ് എക്സാം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ മാറ്റത്തിന് ഉൾക്കൊണ്ടുകൊണ്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇന്ന് അക്കാഡമി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പുതിയ മോഡൽ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കേട്ടറ്റ് മാത്തമാറ്റിക്സിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് ചോദ്യം, 5/19 plus 25/9 plus 125/6 divided by 5/15. 5/18. ഈ ടൈപ്പിലുള്ള പ്രോബ്ലം, അതായത് എക്സ്പോണൻസ് യൂസ് ചെയ്തിട്ടുള്ളത്, അതുപോലെ ഡെസിമൽസിന്റെ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ എക്സ്പോണൻസ് എന്താണെന്നും ആ എക്സ്പോണൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ലോസും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അതിനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് നോക്കിയാലോ. 5/19 പ്രത്യേകിച്ച് സിംപ്ലിഫൈ ചെയ്യാനൊന്നുമില്ല. 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൈം നമ്പർ ആണ്. നമുക്ക് അതുപോലെ തന്നെ എഴുതിയാൽ മതി. ഇനി 25/9 ഉണ്ട്. ഈ 25നെ നമുക്ക് എങ്ങനെ എഴുതാം? 5ന്റെ സ്ക്വയർ ആണ് 25. അപ്പൊ raised to 9 എന്ന് പറയുമ്പോൾ ഒരു ബ്രാക്കറ്റ് ഇടുക, 9 എഴുതുക, ഈക്വൽ ടു 5/2 into 9 എന്ന് ചെയ്യണം. 2 into 9, 2 plus 9 ചെയ്യരുത്, 2 into 9 ചെയ്യണം. 2 into 9 is equal to 18. 5/18. അടുത്ത ആള് 125/6. 125 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5ന്റെ ക്യൂബ് ആണെന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കണം. ഈ 5ന്റെ പവേഴ്സ്, 2ന്റെ പവേഴ്സ്, 5ന്റെ പവേഴ്സ് ഒരു 3 വരെ പഠിച്ചിരുന്നാൽ മതി. 125 വരെയാണ് ചോദിച്ചു കണ്ടിട്ടുള്ളൂ. 2ന്റെ പവേഴ്സ് ഒരു 10 വരെയെങ്കിലും പഠിച്ചിരിക്കണം, നല്ലതായിരിക്കും. കാരണം നമുക്ക് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എളുപ്പം ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് നമ്മുടെ സമയം പോകും. അപ്പൊ ഇത് 125 എന്ന് പറയുന്ന 5ന്റെ ക്യൂബ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. 5ന്റെ ക്യൂബ് whole/6 അവിടെ ഉണ്ട്. അപ്പൊ /6 എഴുതുക, ഈക്വൽ ടു 5/3 into 6, അതായത് 5/3 into 6 എഴുതാം, ഈക്വൽ ടു 5/18 വീണ്ടും വരും. അപ്പൊ ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ച് പറക്കി എഴുതിയാലോ. 5/19 ആദ്യത്തെ നമ്പർ അതുപോലെ തന്നെ, പ്ലസ് 25/9 പകരം നമ്മൾ ആരെ എഴുതുന്നു? വീണ്ടും 5/18. ഇങ്ങനെ ഒരേ നമ്പർ തന്നെ താഴെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിനെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ആക്കിയത് കേട്ടോ. ഇനി അടുത്ത 125/6 അതിനെങ്ങനെ എഴുതാം? അഗെയിൻ 5/18 ഡിവൈഡഡ് ബൈ 5/18. ഇങ്ങനെ കട്ട് ചെയ്ത് കളയുന്നവരുണ്ട്. അങ്ങനെ ഒരിക്കലും കട്ടായി പോകില്ല. കാരണം ഇവിടുത്തെ സൈൻ എന്ന് പറയുന്നത് പ്ലസ് ആണ്. അപ്പൊ നോക്കിക്കേ, ഇവിടെ 19 അഞ്ചുകളുണ്ട്, ഇവിടെ 18 അഞ്ചുകളുണ്ട്, ഇവിടെയും 18 അഞ്ചുകളുണ്ട്. അപ്പൊ ഏറ്റവും ചെറിയ നമ്പർ ഏതാ? 18 അഞ്ചുകളല്ലേ. അപ്പൊ നമുക്ക് നോക്കുക. ഇവിടെ 19 അഞ്ചിന് പകരം ഒരു 19 ആപ്പിൾ ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു 18 ആപ്പിൾ ഉണ്ട്, ഇവിടെ ഒരു 18 ആപ്പിൾ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എത്ര ആപ്പിളാണ് നമുക്ക് ഇതിൽ നിന്ന് മാക്സിമം എടുക്കാൻ പറ്റുന്നത്? 18 ആപ്പിളുകളല്ലേ. ആ 18 ആപ്പിളുകൾ നമ്മൾ എടുത്തൊരു കൊട്ടയിലാക്കി മാറ്റി വെച്ചു എന്ന് വിചാരിക്കുക. ഇവിടുത്തെ 18 ആപ്പിളിന് വേറെ ആരെ എഴുതുക? 5. 5/18 ഇൻറ്റു ഇവിടെ നിന്ന് 19 ആപ്പിൾ ഉള്ളതിൽ നിന്ന് 18 എണ്ണം പോയി. അപ്പൊ ബാക്കി എത്ര വരും? ഒരെണ്ണേ വരുള്ളൂ. ബാക്കി ഒരെണ്ണല്ല, ഒരു ആപ്പിൾ ഉണ്ടായിരിക്കും അല്ലെ. ഒരാപ്പിൾ എന്ന് പറയുമ്പോൾ 5 വരും. പ്ലസ് ഇവിടെ നിന്ന് 18 എണ്ണം പോയി. അപ്പൊ നമ്മൾ നോർമലി 18 പോയി കഴിഞ്ഞാൽ 0 ആണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ 18 എണ്ണം പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ എന്ത് എഴുതിക്കൊള്ളണം? 1 എഴുതിക്കൊള്ളണം. പ്ലസ് ഇവിടെ നിന്ന് 5/18 പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ബാക്കി എന്തേ ഉള്ളൂ? 1 വരുള്ളൂ. ഡിവൈഡഡ് ബൈ താഴെയുള്ള ആളാരാണ്? 5/18. മുകളിലത്തെയും താഴത്തെയും 5/18. ഇനി നമുക്ക് കട്ട് ചെയ്ത് കളയാം. കാരണം ഇവിടെ ഇൻറ്റു ആണ്. ബാക്കി എല്ലാവരെയും ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ആക്കിയിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ആക്കിയിട്ടില്ലാത്ത ബ്രാക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ കട്ട് ചെയ്ത് കളയാൻ പറ്റില്ല.
അപ്പൊ ബാക്കി എന്ത് വരും? നമ്പർ 5 + 1 + 1 എത്ര വരും? 7 വരും. ഓപ്ഷൻ സി നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പൊ ഇതാണ് ഇതിന്റെ കാര്യം എന്ന് പറയുന്നത്. എന്താണ്? നമുക്ക് 5ന്റെ പവേഴ്സ് എന്താന്ന് പെട്ടെന്ന് അറിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആ പവേഴ്സിനെ പുറത്തേക്ക് എടുക്കുന്നത്, അകത്തേക്ക് എടുക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം, ചിത്രത്തിൽ O വൃത്തകേന്ദ്രമാണ്. ഇതാണ് O വൃത്തകേന്ദ്രമാണ്. A, B എന്നിവ വൃത്തത്തിലെ 2 ബിന്ദുക്കളാണ് എങ്കിൽ എ ബിയുടെ നീളം എത്ര? അത് ഇവിടെ തൊട്ട് ഇവിടം വരെ ഒരു കോഡ് അല്ലെങ്കിൽ ഞാൻ തന്നിട്ടുണ്ട്. അതിന്റെ നീളമാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇതാന്ന് പറയുമ്പോൾ ചിലപ്പം വൃത്തമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ തന്നെയാണ് എന്ന് വിചാരിക്കാം. വൃത്തമായിട്ട് ബന്ധമുണ്ട്. പക്ഷെ എന്നാല് നമ്മള് ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ഇവിടെ AO എന്ന് പറയുന്ന 5 തന്നിട്ടുണ്ട്. ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് 4 തന്നിട്ടുണ്ട്. ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്. അപ്പൊ ഈ ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിൾ ആയിരിക്കും? എന്ത് ട്രയാങ്കിൾ ആണ്? ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുടെ ഹൈപ്പോട്ടന്യൂസ് ആണ് ഈ 5. ഇതൊരു സൈഡാണ് 4. അപ്പൊ മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കാൻ റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ മൂന്നാമത്തെ സൈഡ് എങ്ങനെ കണ്ടുപിടിക്കാം? ഹൈപ്പോട്ടന്യൂസ് അല്ലേ വലുത്. അപ്പൊ വലുതിൽ നിന്ന് ഏതാണോ ചെറിയ ആളെ തന്നേക്കുന്നത് ആ ആളുടെ സ്ക്വയർ മൈനസ് ചെയ്യുക. വലുതിന്റെ സ്ക്വയറിൽ നിന്ന് ചെറിയ ആൾ ആരാണോ ആ ആളുടെ സ്ക്വയർ മൈനസ് ചെയ്യുക. ഹൈപ്പോട്ടന്യൂസ് ആണ് തന്നിരിക്കുന്നത് എങ്കിൽ ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയറിൽ നിന്നും ബാക്കി തന്നിരിക്കുന്ന ആളുടെ സ്ക്വയർ മൈനസ് ചെയ്യുക. ഈക്വൽ ടു 5ന്റെ സ്ക്വയർ 25 മൈനസ് 4ന്റെ സ്ക്വയർ 16. ആൻസർ എത്ര വരും? 9 എന്ന് വരും. 9 ആണോ ഉത്തരം? സ്ക്വയർ ആണ് കിട്ടുന്നത്. ഈ സൈഡിന്റെ സ്ക്വയർ, മൂന്നാമത്തെ സൈഡിന്റെ സ്ക്വയറേ കിട്ടുള്ളൂ. ഇത് ബേസ് ആണെങ്കിൽ ആ ബേസിന്റെ സ്ക്വയർ മാത്രം 9. അപ്പൊ ബേസ് എത്ര വരും? 3 എന്ന് വരും. പക്ഷെ നമുക്ക് ഇവിടെ മുതൽ ഇവിടം വരെയാണ് 3 കിട്ടിയത്. നമുക്ക് ഇവിടം തൊട്ട് ഇവിടം വരെ വേണോ അല്ലേ? അപ്പൊ നമുക്ക് ഇതിന്റെ 2 പ്രോപ്പർട്ടീസ് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അതായത് ഇപ്പൊ ഇവിടത്തെ നമ്മളിങ്ങനെ ജോയിൻ ചെയ്യുകയാണെന്ന് വിചാരിച്ചു. ഏതാണ്? ഈ OB എന്ന് പറയുന്ന ഈ ലൈൻ നമ്മൾ ജോയിൻ ചെയ്തു. അപ്പൊ ഈ സൈഡും ഈ സൈഡും എപ്പോഴും ഈക്വൽ ആയിരിക്കും. കാരണം എന്താ? റേഡിയസ് അല്ലേ. OAയും റേഡിയസ് ആണ്, OBയും റേഡിയസ് ആണ്. അങ്ങനെയെങ്കിൽ ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത്, ഈ കിട്ടിയിരിക്കുന്ന ഈ ട്രയാങ്കിൾ ABO അത് എന്ത് തരം ട്രയാങ്കിൾ ആണ്? ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. സമപാർശ്വ ത്രികോണമാണ്. 2 സൈഡ് ഈക്വൽ ആയി കഴിഞ്ഞാൽ അതൊരു സമപാർശ്വ ത്രികോണമായിരിക്കും. ഐസോസിലസ് ട്രയാങ്കിൾ ആയിരിക്കും. നമ്മളൊരു ഐസോസിലസ് ട്രയാങ്കിൾ വരച്ചു. ഒരു ഐസോസിലസ് ട്രയാങ്കിൾ വരച്ചു. ആ ഐസോസിലസ് ട്രയാങ്കിളിന്റെ ഈക്വൽ സൈഡ്സ് ആണ് ഇത് രണ്ടും എങ്കിൽ ഈ വെർട്ടെക്സ് ഉണ്ടല്ലോ, ഈ വെർട്ടെക്സിൽ നിന്ന് ഇങ്ങോട്ട് നമ്മളൊരു 90 ഡിഗ്രി വരയ്ക്കുമെന്ന് വിചാരിക്കാം. ഈ 2 സൈഡിനെയും അത് ഈക്വൽ ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുക. അതായത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസും ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും. അപ്പൊ എന്ത് പറയാം? ഇത് 3 ആണെങ്കിൽ ഇത് എത്ര തന്നെയായിരിക്കും? 3 തന്നെയായിരിക്കും. അപ്പൊ 3 + 3 ആൻസർ എത്രയായിരിക്കും? ഓപ്ഷൻ ബി 6 സെന്റിമീറ്റർ. തെറ്റിക്കാൻ വേണ്ടി 3 ആദ്യത്തെ ഓപ്ഷൻ ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ഓപ്ഷൻ ബി 6 സെന്റിമീറ്റർ ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. അപ്പൊ ഈ പ്രോപ്പർട്ടിയും അറിഞ്ഞിരിക്കണം. അതുപോലെ ട്രയാങ്കിളിന്റെ ബേസിക് പ്രോപ്പർട്ടിയും അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? ഇതിന്റെ ആൻസർ എഴുതാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ശരിയല്ലാത്ത ക്വസ്റ്റ്യൻ ഏതെന്നാണ്, ആൻസർ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഓപ്ഷൻ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാലോ. സമചതുരത്തിന്റെ ചുറ്റളവ് വശവുമായി നേർ അനുപാതത്തിലാണ്. അപ്പൊ സമചതുരം എടുക്കണം, ചുറ്റളവ് എടുക്കണം. അപ്പൊ സമചതുരം എടുത്തു. ഇതാണ് ഒരു സമചതുരം എന്ന് വിചാരിക്കുക. ചുറ്റളവ് ആണെന്ന് എങ്ങനെ സമചതുരത്തിന്റെ 4 × വശം. സമചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 × സൈഡ്, അതായത് 4 × S. അതാണ് പെരിമീറ്റർ, ചുറ്റളവ്. ഇപ്പൊ നോക്കുക, പെരിമീറ്ററിന് പ്രത്യേകിച്ച് പവറുകളൊന്നുമില്ല. അതായത് സ്ക്വയറോ ക്യൂബോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ലല്ലോ ഇവിടെ. അപ്പൊ പെരിമീറ്റർ അതുപോലെ തന്നെ ഉള്ളൂ. ഇനി അടുത്തത് എന്താണ്? സൈഡ്. സൈഡിന് ഇതുപോലെ തന്നെ അതിന്റെ പവർ എന്ന് പറയുന്നത് 1 ആണ്. അതായത് 2. ഇവിടെ 2 വന്നു കഴിഞ്ഞാൽ സ്ക്വയർ സെക്കൻഡ് പവർ ആയി, സെക്കൻഡ് ഡിഗ്രിയിലേക്ക് പോയി. അങ്ങനെയല്ല. S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S മാത്രമേ ഇല്ലേ ഉള്ളൂ അവിടെ. ഇവർ രണ്ടുപേരും ഇത് കൂടുമ്പോൾ ഇത് കൂടും, ഇത് കൂടുമ്പോൾ ഇത് കൂടും. അങ്ങനെയാണ് അതെ ഒരേ ഗിയറിൽ തന്നെ രണ്ടുപേരും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തത് നോക്കിക്കേ. സമചതുരത്തിന്റെ പരപ്പളവ് വശവുമായി നേരെ അനുപാതത്തിലാണ്. സമചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഏരിയ, വശവുമായി ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തായിരിക്കും? ഒരു സമചതുരത്തിന്റെ A² ആയിരിക്കും അല്ലെ. ഇതാണ് സൈഡ് A ആണെന്നുണ്ടെങ്കിൽ A, അല്ലെ സൈഡ് S അല്ലെങ്കിൽ A ഏതായാലും കുഴപ്പമില്ല. A ആണെന്നുണ്ടെങ്കിൽ
അതിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എ സ്ക്വയർ, സ്മോൾ എ സ്ക്വയർ എന്ന് വരും. ഇവിടെ നോക്കിക്കേ, അപ്പൊ ഏരിയ എന്ന് പറയുന്നത് വശത്തിന്റെ സെക്കൻഡ് ഗിയറിലേക്ക് മാറും. വശം 2 പ്രാവശ്യം ഓടിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു ഏരിയയുടെ ഒപ്പം എത്താൻ പറ്റുള്ളൂ. അപ്പൊ ഇവര് നേരെ അനുപാതത്തിലാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ നമ്മുടെ ആൻസർ ഇത് നേരെ അനുപാതത്തിൽ ആണ് എന്നാണ്. അപ്പൊ ഉത്തരം വരുന്നത് ഏതായിരിക്കും? തെറ്റുള്ള സ്റ്റേറ്റ്മെന്റ് ആണല്ലോ വേണ്ടത്. അപ്പൊ ബി ആണ് ഉത്തരം. അടുത്ത സ്റ്റേറ്റ്മെന്റ് കൂടി നോക്കാം. വൃത്തത്തിന്റെ ചുറ്റളവ് ആരവുമായി നേരനുപാതത്തിലാണ്. വൃത്തം എന്ന് പറയുന്ന വൃത്തത്തിന്റെ ചുറ്റളവ്, അതായത് ഒരു വൃത്തം എടുത്തു അതിന്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത്, സർക്കംഫറൻസ് എന്ന സർക്കിളിന്റെ സർക്കംഫറൻസ് എന്തുമായിട്ടാണ്? ആരവുമായി നേരനുപാതത്തിൽ. വൃത്തത്തിന്റെ സർക്കംഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിഞ്ഞിരിക്കണം. എന്താണ്? 2πr ആണ്. ഇപ്പൊ നോക്കിയേ, ഇവിടെ സർക്കംഫറൻസ് കൂടുന്നു, 6 മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ല, ഇവിടത്തെ കോൺസ്റ്റന്റിന് കുഴപ്പമില്ല. ഇവർക്ക് പവർ വന്നത് വലിയ പ്രശ്നമായിരിക്കും. കോൺസ്റ്റന്റുകൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്തില്ല, അത്ര വലിയ പ്രശ്നം വരില്ല. പവർ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ആ പവറിനോടാണ് നേരാനുപാതം എന്ന് പറയുള്ളൂ കേട്ടോ. അടുത്തത് വൃത്തത്തിന്റെ ചുറ്റളവ് വ്യാസവുമായി നേരാനുപാതത്തിലാണ്. അപ്പൊ നോക്കിക്കേ, ചുറ്റളവ് എന്ന് പറഞ്ഞാൽ സർക്കംഫറൻസ് ആണ്, 2πr ആണ്. അപ്പൊ ആരോ വ്യാസം തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ഇത് 6 ആണ്, ഇവിടം തൊട്ട് ഇവിടം വരെ 6 ആണ്. ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം 2r ആണ്. അപ്പൊ നമുക്ക് സർക്കംഫറൻസിന് പൈ ഇൻറ്റു ഡി എന്ന് പറഞ്ഞ മറ്റൊരു ഫോർമുല കൂടിയുണ്ട്. അപ്പൊ സർക്കംഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ദേ ഇവിടെയും ഡി ഉണ്ട്, ഇവിടെ സി എ ഉള്ളൂ, പവേഴ്സ് ഒന്നുമില്ല. അപ്പൊ അതും നേരാനുപാതത്തിൽ, ഇതും നേരാനുപാതത്തിൽ. പക്ഷെ ഇതെന്താണ്? നേരാനുപാതത്തിൽ അല്ല. അപ്പൊ ഇതെന്തായിരിക്കും? ശരിയല്ലാത്ത പ്രസ്താവന ഓപ്ഷൻ ഡി ആണ് നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കിടന്നാലോ. സമചതുരം എ ബി സി ഡിയുടെ വശങ്ങളുടെ മധ്യബിന്ദുക്കളാണ് പി ക്യു ആർ എസ്. ഷേഡില്ലാത്ത സ്ഥലം സമചതുരത്തിന്റെ എത്ര ഭാഗം വരും? ഷേഡില്ലാത്ത സ്ഥലം, അതൊക്കെയാണ് ഇച്ചിരി കുറപ്പിച്ച ചോദ്യമാണ്. അതായത് ഷേഡ് ഉള്ളതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വരും. ചിലപ്പോ അത് നമ്മൾ ആൻസർ എന്ന് വിചാരിച്ചിട്ട് അതങ്ങ് എഴുതി വെക്കാൻ നമ്മൾ തെറ്റിയും പോവും. ഷേഡ് ഇല്ലാത്ത വശമാണ് ചോദിച്ചത്. ഷേഡ് ഇല്ലാത്തത് എത്ര ഭാഗം വരും എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല അല്ലെ. അപ്പൊ ഇത് ചെയ്യാൻ പോകുന്നത്, ഇതിനെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഡിവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇങ്ങനെ ക്രോസ് ആയിട്ടും ഡിവൈഡ് ചെയ്യാം. ഈ താഴെയും അതുപോലെ തന്നെ ക്രോസ് ആയിട്ടും സ്ട്രെയിറ്റ് ആയിട്ടും ഡിവൈഡ് ചെയ്യാം. അപ്പൊ ടോട്ടലി എത്ര ഭാഗം വന്നു നോക്കിക്കേ. ഇപ്പൊ എല്ലാം ഒരുപോലെ ഇരിക്കുന്ന ട്രയാങ്കിൾസ് ആണ് വന്നേക്കുന്നത്. അപ്പൊ ഇവിടെ 1, എത്ര ട്രയാങ്കിൾസ് കിട്ടി? 1, 2, 3, 4. അതായത് ഒരൊറ്റ സ്ക്വയറിന്റെ അകത്ത് തന്നെ നമുക്ക് 4 എണ്ണം കിട്ടി. അങ്ങനെ എത്ര സ്ക്വയറുകൾ ഉണ്ട്? 1, 2, 3, 4. അപ്പൊ ടോട്ടലി എത്ര ഭാഗം വരും? 16 ഭാഗം വരും അല്ലെ. ടോട്ടൽ പോർഷൻ എന്ന് പറയുന്നത് 16 ആയിരിക്കും. ഇനി ആ 16 എണ്ണത്തിൽ എത്ര എണ്ണം ഷെയ്ഡ് ചെയ്തില്ല എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഷെയ്ഡ് ചെയ്ത് പെട്ടെന്ന് നമ്മുടെ കണ്ണിൽപ്പെടും. 1, 2, 3, 4 പേരെ ഷെയ്ഡ് ചെയ്തിട്ടില്ല. അപ്പൊ ബാക്കി എത്രയാ വരിക? 12 പേരെ ഷെയ്ഡ് ചെയ്തിട്ടില്ല. അപ്പൊ 12 ഡിവൈഡ് ബൈ 16 ആയിരിക്കും. 16 എണ്ണത്തിൽ 12 എണ്ണം ഷെയ്ഡ് ചെയ്തിട്ടില്ല. അപ്പൊ 12 ബൈ 16. ഇതിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യാം. 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ മുകളിലും 4 വെച്ച് താഴെയും 4 വെച്ച് 3 ബൈ 4 എന്ന് ഉത്തരം വരും. ഓപ്ഷൻ ബി നമുക്ക് ആൻസർ എഴുതാം. പക്ഷെ ഇതിനകത്തൊരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ഒരു ഡിവിഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടും. ആ ബുദ്ധിമുട്ട് നിങ്ങൾ പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ കിട്ടണം. അതാ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിയുമ്പോഴാണ്, കുറെ പ്രോബ്ലംസ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തോന്നുള്ളൂ. അതുകൊണ്ടാണ് ഒരുപാട് പ്രോബ്ലംസ് ചെയ്ത് നോക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരും, തെറ്റിക്കുകയും ചെയ്യും. അടുത്ത ചോദ്യം, ചിത്രത്തിൽ a plus b equal to 16 ആയാൽ a minus b എത്രയാണെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ചിത്രം കണ്ടു കഴിയുമ്പോൾ തന്നെ അറിയാം ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. റൈറ്റ് ട്രയാങ്കിൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരേ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുള്ളൂ. ഏതാണ്? പൈതഗോറസ് തിയറം. അതിന്റെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നത് ആരാണ്? അപ്പം എ ആണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് ഈ ആളെയാണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ഹൈപ്പോട്ടന്യൂസ് നമുക്ക് ഇല്ലാത്ത ആൾക്കാരെ തമ്മിലൊന്ന് കണക്ട് ചെയ്യുന്ന റിലേഷൻ. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വശം വരിക അല്ലെ. അപ്പൊ ആ വലിയ വശത്തിൽ നിന്നും ഏതെങ്കിലും ഒരു ചെറിയ വശം, അത് ബി ആയിട്ട് എടുത്തു, മൈനസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ രണ്ടിന്റെയും സ്ക്വയർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള വശത്തിന്റെ സ്ക്വയർ കിട്ടും. സോ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, അവിടെ നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്. വാട്ട് ഈസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ ടു 64. വാട്ട് ഈസ് എ പ്ലസ് ബി? 16 ആണ്. 16 തന്നിട്ടുണ്ട്. എ മൈനസ് ബി അതുപോലെ തന്നെ എഴുതി, ഈക്വൽ ടു 64. അപ്പൊ എ മൈനസ് ബി ഈക്വൽ ടു 64. ഈ 16 ഇങ്ങോട്ട് കൊണ്ടുപോവുക, ഡിവൈഡ് ബൈ 16. എത്ര വരും? 4 വരും. ഉത്തരം ഓപ്ഷൻ സി വരും.
അപ്പൊ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യണം റൈറ്റ് ട്രയാങ്കിൾ കണ്ടു കഴിഞ്ഞാല്. അപ്പൊ ഇതിന്റെ അത് ഞാൻ കുറച്ചുകൂടി ഈസി ആയിട്ട് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഏതൊരു ട്രയാങ്കിൾ നമുക്ക് എത്ര സൈഡ് തന്നു കഴിഞ്ഞാലും നമുക്ക് ആവശ്യമുള്ള ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും മൈനസ് ചെയ്യാൻ പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ വലിയ സൈഡിന്റെ സ്ക്വയർ എടുക്കുക, മൈനസ് ചെറിയ ഏതെങ്കിലും ഒരു സൈഡിന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ചെറിയ അടുത്ത സൈഡിന്റെ സ്ക്വയർ കിട്ടും. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു എച്ച് സ്ക്വയർ. ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടി? ഓപ്ഷൻ സി ആയിട്ട് ആൻസറും കിട്ടി. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ പൂർണ്ണവർഗ സംഖ്യ ഏത്? പൂർണ്ണവർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് സ്ക്വയർ. പെർഫെക്റ്റ് സ്ക്വയർ അതായത് സ്ക്വയർ റൂട്ട് എടുക്കാൻ പറ്റുന്ന നമ്പർ. അതായത് 16 സ്ക്വയർ റൂട്ട് 4 റൂട്ട് എടുത്താൽ 4 കിട്ടും. 25 റൂട്ട് എടുത്താൽ 5 കിട്ടും. പക്ഷെ നമ്മൾ 10 എടുത്തു. 10ന്റെ റൂട്ട് നമുക്ക് എടുക്കാൻ പറ്റുമോ? റൂട്ട് എടുക്കാൻ പറ്റില്ല എന്നല്ല, പറ്റും. പക്ഷെ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇച്ചിരി പണിപ്പെട്ട പണിയാണല്ലേ. അങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന അങ്ങനെയുള്ള സംഖ്യകൾ, അതായത് നാച്ചുറൽ നമ്പർ ആയിരിക്കില്ല ഇവിടെ കിട്ടുന്നത്. അങ്ങനെ നാച്ചുറൽ നമ്പർ കിട്ടുന്ന നമ്പേഴ്സ് ആണ് പൂർണ്ണവർഗ സംഖ്യകൾ അഥവാ പെർഫെക്റ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ അകത്ത് പെർഫെക്റ്റ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നും നോക്കണ്ട, ആദ്യം ഓഡ് പവേഴ്സ് ഒക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ആദ്യം. ഓഡ് പവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈം ഫാക്ടറൈസേഷൻ നടത്തിയിട്ട് പ്രൈം നമ്പേഴ്സ് താഴെ എല്ലാം പ്രൈം നമ്പേഴ്സ് ആക്കുക. എന്നിട്ട് അതിന്റെ അകത്ത് എല്ലാ പവർ ഈവൻ ആണ് എന്നുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഏതെങ്കിലും ഒരാൾ ഓട് വന്നു കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഇവിടെ നോക്കിക്കേ, 2 ക്യൂബ്. 2 ക്യൂബിനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. 2 ക്യൂബ് അതുപോലെ എഴുതി. 3⁴, അത് 3 പ്രൈം ആണ്. അപ്പൊ 3⁴ അതുപോലെ എഴുതി. 4 പ്രൈം അല്ല. പക്ഷെ 4ന് നമുക്ക് എങ്ങനെ എഴുതാം? 2ന്റെ സ്ക്വയർ എന്ന് എഴുതാലോ. പിന്നെ ഒരു 2 കൂടെ ബാക്കിയുണ്ട്. ആ 2നെ മുകളിലേക്ക് എഴുതി. അപ്പൊ 2 ക്യൂബ് ഇൻറ്റു 3⁴ ഇൻറ്റു 2⁻². 2+2 എന്ന് എഴുതി വെക്കരുത് കേട്ടോ. 2+2 ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ വേറെ നമ്പർ വന്നു കഴിഞ്ഞാൽ മാറിപ്പോവും. 2 × 2 എന്ന് പറയുന്നത് 4 ആണ്. പിന്നെ നോക്കുക, ഇപ്പൊ എല്ലാം 2, 3, 2. അടിയിലുള്ള നമ്പേഴ്സ് എല്ലാം പ്രൈം നമ്പേഴ്സ് ആണ്, അഭാജ്യ സംഖ്യകളാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ മുകളിലത്തെ ആൾക്കാർ ആരെങ്കിലും ഒരാള് ഓട് വന്നു കഴിഞ്ഞാൽ ഇതെന്തല്ല, പൂർണ്ണവർഗം അല്ല. അപ്പൊ ഇതല്ല, നമുക്ക് ആൻസർ തെറ്റിപ്പോയി. ഇനി അടുത്ത നോക്കിക്കേ, ഓപ്ഷൻ സി ഒന്ന് നോക്കിക്കേ. 2ന്റെ ക്യൂബ് ഇൻറ്റു 3ന്റെ ക്യൂബ് ഇൻറ്റു 4ന്റെ സ്ക്വയർ. ഇതൊന്നും നോക്കണ്ട, ഇത് എന്ത് ചെയ്താൽ മതി? 3 വേറെ ഇവിടെ വരില്ലെന്ന് നമുക്ക് അറിയാം. 4നെ സ്പ്ലിറ്റ് ചെയ്ത് ആരേ വരുള്ളൂ? 2⁴ വരുള്ളൂ. ഇവിടെ തൊട്ട് മുകളിൽ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ 3ന്റെ പവർ 3 വന്നു. അപ്പൊ ഇത് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം. ഇവിടെയും സെയിം കാര്യം തന്നെ, 3ന്റെ പവർ 3 വന്നു, അതും എക്സ്ക്ലൂഡഡ് ആണ്. ഓട്ടോമാറ്റിക്കലി ആൻസർ എന്ത് വരും? ബി വരും. ബി അല്ലെങ്കിൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കും. ഞാൻ ചുമ്മാ പറഞ്ഞേ ഉള്ളൂ. 2⁴ ഇൻറ്റു 3⁴ ഇൻറ്റു 4⁻3 വന്നു കഴിഞ്ഞാൽ പറ്റുമെന്ന് ചിന്തിക്കാം. 4ന് നമ്മൾ ആരായിട്ട് എഴുതും? 2 സ്ക്വയർ ആയിട്ട് എഴുതൂലേ? all⁻3. 2⁴ ഇൻറ്റു 3² ഇൻറ്റു 2⁻2 ഇൻറ്റു 3. 2⁻2 ഇൻറ്റു 3 ആണ് വരേണ്ടത്. എന്ത് വരും? 2⁻6. എല്ലാം ഈവൻ നമ്പേഴ്സ് ആയി. മുകളിൽ കിടക്കുന്ന ആൾക്കാരൊക്കെ ഈവൻ നമ്പേഴ്സ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ്? പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഏതോ ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കും കിട്ടുക എന്നതാണ് അതിന്റെ അർത്ഥം. ഏതോ ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കും നമുക്ക് അതിന്റെ ആൻസർ ആയിട്ട് വരിക. മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾ ഇത് ഏത് നാച്ചുറൽ നമ്പർ ആണെന്ന് കൂടി ഒന്ന് കണ്ടുപിടിക്കുക കേട്ടോ. അതുകൂടി പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് പെട്ടെന്ന് ആൻസേഴ്സ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ തനിയെ നമ്മുടെ സ്പീഡ് കൂട്ടും കേട്ടോ. അപ്പൊ നമ്മൾ കുറച്ച് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. കുറച്ച് ഹയർ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, കുറച്ച് കൺസെപ്റ്റും കാര്യങ്ങളും എല്ലാം കൂടി ആയിട്ടാണ് നമ്മൾ ഇന്ന് ക്ലാസ് കണ്ടക്ട് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി കൂടുതൽ ക്ലാസ്സുമായിട്ട് ടെസ്റ്റ് അക്കാഡമി വരുന്നതായിരിക്കും. കാരണം കേഡറ്റ് എക്സാമിന് ഈ 1-2 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ടോ 1-2 ക്വസ്റ്റ്യൻസ് പഠിച്ചുകൊണ്ടോ ഒന്നും ആയില്ലല്ലേ. നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് പഠിക്കേണ്ടിയിരിക്കുന്നു. കേട്ടിട്ട് നമുക്ക് ആവശ്യമായിക്കൊണ്ടിരിക്കുന്നു. കേട്ടിട്ട് തന്നെ വേണം എന്നുള്ളൊരു അത്യാവശ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം നമ്മുടെ ഭാഗത്ത് നിന്ന് എഫേർട്ട് ഇടണം. എങ്കിൽ മാത്രമേ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. കേട്ടറ്റിന്റെ മാത്രമല്ല കോച്ചിങ്, സെറ്റിന്റെയും HSST, DHSC, CTET തുടങ്ങിയ കോച്ചിങ്ങുകളെല്ലാം ടോസ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു കോച്ചിങ്ങിൽ നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുണ്ട് എങ്കിൽ താഴെ ഈ മെൻഷൻ ചെയ്തിരിക്കുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ നമ്മൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.